സിനിമാ വിവാദത്തിൽ മുൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന് പിന്തുണയുമായി ഫിലിം ചേംബർ. ജി സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ നിലപാടെന്ന് ഭാരവാഹികൾ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് അയക്കും. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ശരിയായില്ലെന്നും വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ പിൻവലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആന്റണിക്കെതിരെ നടപടി വേണമെന്നും ഫിലിം ചേംബേഴ്സ് യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. കഴിഞ്ഞ ചേംബർ മീറ്റിംഗിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ 6-ാം തീയതി നടന്നത്. ആ മീറ്റിംഗിൽ അപ്പെക്സ് ബോഡിയുടെ എല്ലാ അഫിലിയേറ്റ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചതായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ അന്ന് അവിടെ അനൗൺസ് ചെയ്തത്. അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും അതേ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നതും അതിനൊരു സിനിമ സമരത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് എൻ്റെ ചേംബറിലും അവരുടെ കത്ത് തരികയും ആ ചേംബറിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്ന എല്ലാ അഫിലിയേറ്റ്സും പ്രതികരിച്ച എല്ലാവരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇരിക്കുന്നത്. സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്നത്. അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റും ചേംബറിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ജി സുരേഷ് കുമാർ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി അല്ല അവിടെ സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള, ഞാനൊരു ചേംബറിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ പ്രസിഡന്റായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും ഈ തിയേറ്റർ വ്യവസായം കൊണ്ടുനടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ, അതായത് 1-2 സ്ക്രീനുള്ള തിയേറ്ററുകൾ, ആ തിയേറ്ററുകൾക്ക് ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടുനടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ ഫീൽഡ്. വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടുകൂടിയ ആ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പൊ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിന്റെ അഫിലിയേറ്റ് മെമ്പറായ ചേംബറിന്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്ന് ഇവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അത് ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തൊരു കത്തായിരിക്കും 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പ്. അദ്ദേഹം ചേംബറിന്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ജി സുരേഷ് കുമാറിനെ പിന്തുണച്ചാണ് ഫിലിം ചേംബേഴ്സ് ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നേരിട്ട് സംസാരിക്കാമായിരുന്നു എന്നും ഫിലിം ചേംബേഴ്സ് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ആന്റണി പെരുമ്പാവൂരിനെതിരെ കൃത്യമായ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലേ? ദേവിക പറഞ്ഞതുപോലെ തന്നെ ജി സുരേഷ് കുമാറിന് ശക്തമായ പിന്തുണ നൽകുക എന്നത് മാത്രമല്ല, രൂക്ഷ വിമർശനം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനെ ഈ ഒരു യോഗത്തിൽ, ഫിലിം ചേംബറിന്റെ യോഗത്തിൽ ആന്റണി പെരുമ്പാവൂരിന് നേരെ ഉയർന്നു വന്നത്. ഒരിക്കലും പാടില്ലാത്ത ഒരു നടപടി നീക്കങ്ങൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും അവിടെ വ്യക്തമാക്കിയത് പൂർണ്ണമായ പിന്തുണ ജി സുരേഷ് കുമാറിന് നൽകുന്നു. ഫിലിം ചേംബറിന്റെ മുൻ പ്രസിഡന്റാണ് ജി സുരേഷ് കുമാർ എന്നതുകൊണ്ട് മാത്രമല്ല, ജി സുരേഷ് കുമാർ എന്നും ശബ്ദമുയർത്തിയിട്ടുള്ളത് സിനിമ
സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, സിനിമയ്ക്ക് വേണ്ടിയാണ് ശക്തമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തന്നെ അത് സിനിമാ മേഖലയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂരിഭാഗം വരുന്ന 90%-ലധികം വരുന്ന നിർമ്മാതാക്കളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെ എന്തടിസ്ഥാനത്തിലാണ് ആന്റണി പെരുമ്പാവൂർ, നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ നടപടി അത് തീർത്തും അനുചിതമായി എന്ന് തന്നെയാണ് ഈ ഫിലിം ചേംബർ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു കാര്യവും അതിന്റെ ഭാരവാഹികളടക്കം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും, ഒരാഴ്ചക്കകം മറുപടി നൽകണം. ഇങ്ങനെ ഒരാഴ്ചക്കകം മറുപടി നൽകിയില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകും. അത്തരത്തിൽ ഒരു കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസായിട്ട് തന്നെയാണ് ആ കത്ത് നൽകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ അനുചിതമായ ഒരു പരാമർശങ്ങൾ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഉണ്ടായി എന്നത് തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അത് തെറ്റാണെങ്കിൽ ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാകണം. അത് തെറ്റാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് പിൻവലിക്കാൻ ആന്റണി പെരുമ്പാവൂർ തയ്യാറാകണം എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും യോഗത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമ സമരവുമായി മുന്നോട്ട് പോകാൻ അതിന് ഫിലിം ചേംബറിന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാകും. കാരണം താരങ്ങളുടെ പ്രതിഫലത്തിൽ അതേ അഭിപ്രായം തന്നെയാണ്, നിർമ്മാതാക്കളുടെ അഭിപ്രായം തന്നെയാണ് ഫിലിം ചേംബറിനുമുള്ളത്. താരങ്ങൾ വലിയ തുകയാണ് പ്രതിഫലം വാങ്ങുന്നത്. അത് നിർമ്മാതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. സിനിമാ മേഖലയുടെ തകർച്ചയ്ക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ താരങ്ങൾ വലിയ തോതിലുള്ള പ്രതിഫലം വാങ്ങുന്നതാണ്. നിരവധി സിനിമകൾ പരാജയപ്പെടുന്ന താരങ്ങൾ പോലും മുമ്പ് വാങ്ങിയിരുന്ന അതേ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ആ പ്രതിഫലം കുറയ്ക്കാൻ അവർ തയ്യാറാകുന്നില്ല. അത്തരമൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചാണ്. മറ്റൊന്ന്, സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കൂടിയാണ് ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾ, സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന നയങ്ങൾ അത് സിനിമാ മേഖലയ്ക്ക് ഗുണകരമല്ല, സിനിമാ മേഖലയെ തകർക്കുന്നതാണ് എന്നത്. ആ ആരോപണം പ്രധാനമായും ഉയർത്തിയത് തിയേറ്റർ ഉടമകളാണ്. തങ്ങൾക്ക് മേൽ വലിയ നികുതി ഭാരമാണ് ചുമത്തുന്നത് എന്ന കാര്യം തിയേറ്റർ ഉടമകൾ പറയുന്നു. സിനിമാ പ്രതിസന്ധി ബോധ്യപ്പെടുത്താൻ പ്രീ ബജറ്റ് ചർച്ചയ്ക്ക് തങ്ങളെ വിളിക്കണമെന്ന ആവശ്യം ഉയർത്തി. എന്നാൽ അത്തരമൊരു ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉയർത്തപ്പെട്ടില്ല എന്ന കാര്യം അവർ പ്രധാനമായും പറയുകയും ചെയ്യുന്നുണ്ട്. ആർക്കും എന്തും പറയാമെന്ന് കരുതണ്ട എന്ന കാര്യമാണ് ആന്റണി പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ആർക്കും എന്തും പറയാമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ചേംബറിന് കാര്യങ്ങൾ ബോധ്യമായതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. ഫെഫ്കയും അമ്മയും ഒന്നും സമരത്തിന് വേണമെന്നില്ല. ഈ രണ്ട് സംഘടനകൾ സമരത്തിൽ ഇല്ലെങ്കിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അത് ഫിലിം ചേംബറിന് കഴിയുമെന്ന കാര്യം അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. സൂചനാ പണിമുടക്കുമായി എന്തായാലും മുന്നോട്ട് പോകും. മാത്രമല്ല അഫിലിയേറ്റഡ് സംഘടനകളുടെ എക്സിക്യൂട്ടീവ് യോഗം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും സൂചനാ സമര തീയതി പ്രഖ്യാപിക്കുക എന്ന കാര്യം ഭാരവാഹിയായ സജ്ജി നന്ദ്യാട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. എന്ത് കാര്യത്തിനും തിയേറ്റർ ഉടമകളെ പിഴിയുന്ന ഒരു നയമാണ് സർക്കാരിൻ്റെതെന്ന് ഒരിക്കൽ കൂടി അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, കൊച്ചിയിൽ നിന്ന് ചേർന്നത് ജിജീഷ് കരുണാകരൻ.